ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചൂടോട് കൂടിയോ തണുപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാവും. വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ കാണുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളകി കിട്ടും. ഇപ്പം ഞാനിവിടെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള കോൺഫ്ലവർ പൊടിയും 2-3 തുള്ളി വാനില എസൻസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ ആകെ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ടാണ് ഇതുപോലെ ഓരോ കാര്യത്തിന് വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു കസ്റ്റേർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴും ഞാനിതിലേക്ക് മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് ബാക്കി വെക്കുന്നുണ്ട്. ഞാനിവിടെ ആകെ 1 ലിറ്റർ പാലിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഓരോരുത്തർക്കും എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് തയ്യാറാക്കി എടുക്കാം. പക്ഷേങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും അതിനനുസരിച്ച് ഈ ഒരു കണക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കറക്റ്റാക്കി എടുക്കുക. ഇനി അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പിന് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് കാരമലൈസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കളർ ചേഞ്ച് ആയിട്ട് വരുന്ന ഈ ഒരു സമയത്ത്, അതായത് നന്നായിട്ട് കരിഞ്ഞു പോകരുത്, അതിന് മുന്നേ ആയിട്ടുള്ള ആ ഒരു കളറിൽ ഒരുപാട് ഡാർക്ക് കളർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു പാലിൻ്റെ ബാക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ അതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കാം. ആദ്യം ഇത് കടായിലൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും, അത് കുഴപ്പമില്ല. ഇച്ചിരി ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇത് ഇളകി നല്ലപോലെ അലിഞ്ഞു വരും. ഇപ്പോൾ നന്നായിട്ട് അലിഞ്ഞു വന്ന് പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം കൂട്ടിയും കുറച്ചും നന്നായിട്ട് ഒരു ക്രീമി പരുവത്തിലാക്കി എടുക്കണം. നമുക്ക് ഏത് പരുവത്തിലാണോ ഇത് കിട്ടേണ്ടത് ആ ഒരു പരുവം വരേക്കും ഇതുപോലെ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവറിലോണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതൊരു ക്രീമി ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 നേന്ത്രപ്പഴം ഇതുപോലെ നൈസായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം ഇട്ടിട്ട് ഒരുപാടിട്ട് വേവിക്കണമെന്നില്ല. 1 മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോഴും ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 1 മിനിറ്റ് സമയം വരേക്കും നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവം ഞാനിതുപോലെ ഒരു കയ്യിൽ കോരി കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിത് ചൂടാറിയതിന് ശേഷമോ അല്ലാതെ ചൂടോട് കൂടിയോ തണുപ്പിച്ചെടുത്തോ എങ്ങനെ വേണമെങ്കിലും കുടിക്കാവുന്നതാണ്. ഇനി ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബദാമും പിസ്തയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്കിതിൻ്റെ കൂടെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.